has paid off. And again, those arms aren't not going anywhere. Good lift for good bar path, moves it right behind where he needs. സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ നടന്ന കോമൺവെൽത്ത് വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ നേടിയ രാജ മുത്തുപാണ്ഡ്യയ്ക്ക് 30 ലക്ഷം രൂപയുടെ പാരിതോഷികം പ്രഖ്യാപിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ്. പുരുഷന്മാരുടെ 65 കിലോഗ്രാം വിഭാഗത്തിലാണ് രാജ്യത്തിന്റെ അഭിമാനമുയർത്തി തമിഴ്നാട് സ്വദേശിയായ രാജ ഈ തിളക്കമാർന്ന നേട്ടം കൈവരിച്ചത്. തൂത്തുക്കുടി സ്വദേശിയായ അദ്ദേഹത്തിന്റെ അസാമാന്യമായ നിശ്ചയദാർഢ്യത്തിനും പോരാട്ട വീര്യത്തിനുമാണ് ഗ്ലാസ്ഗോ വേദി സാക്ഷ്യം വഹിച്ചത്. സ്നാച്ച് വിഭാഗത്തിൽ ആദ്യ ശ്രമത്തിൽ 126 കിലോഗ്രാം ഉയർത്തുന്നതിൽ രാജ പരാജയപ്പെട്ടിരുന്നു. എന്നാൽ തളരാതെ രണ്ടാം ശ്രമത്തിൽ അതേ ഭാരം വിജയകരമായി ഉയർത്തി അദ്ദേഹം കരുത്ത് തെളിയിച്ചു. 129 കിലോഗ്രാം ഭാരം ഉയർത്താനുള്ള അദ്ദേഹത്തിന് മൂന്നാം ശ്രമം പരാജയപ്പെട്ടു. തുടർന്ന് നടന്ന ക്ലീൻ ആൻഡ് ജെർക്ക് വിഭാഗത്തിലും ആദ്യ ശ്രമത്തിൽ 158 കിലോഗ്രാം ഉയർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. എന്നാൽ തികഞ്ഞ ആത്മവിശ്വാസത്തോടെ അതിവേഗം തിരിച്ചുവന്ന രാജ രണ്ടാം ശ്രമത്തിൽ 160 കിലോഗ്രാം അനായാസം ഉയർത്തി. ഇതോടെ രണ്ട് വിഭാഗങ്ങളിലുമായി ആകെ 286 കിലോഗ്രാം ഭാരം ഉയർത്തിയാണ് അദ്ദേഹം തന്റെ വെള്ളി മെഡൽ ഉറപ്പിച്ചത്. 74 രാജ്യങ്ങളിൽ നിന്നുള്ള 3000-ഓളം കായിക താരങ്ങൾ മാറ്റുരയ്ക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ 123 അംഗ ഇന്ത്യൻ സംഘത്തിന്റെ ഏറ്റവും മികച്ച പ്രകടനങ്ങളിലൊന്നാണിത്. രാജ മുത്തുപാണ്ഡ്യയുടെ ഈ നേട്ടം സംസ്ഥാനത്തെ വളർന്നു വരുന്ന യുവ കായിക താരങ്ങൾക്ക് വലിയൊരു പ്രചോദനമാകുമെന്ന് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചു. തമിഴ്നാടിനും രാജ്യത്തിനും ഒരുപോലെ അഭിമാനകരമായ ഈ നേട്ടത്തിന് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. രാജ്യത്തിന് കൂടുതൽ അഭിമാന നേട്ടങ്ങൾ സമ്മാനിക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ, മുഖ്യമന്ത്രി വ്യക്തമാക്കി. രാജയുടെ ഈ ചരിത്ര വിജയം പരിഗണിച്ചാണ് സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും ഉയർന്ന കായിക പ്രോത്സാഹനങ്ങളിൽ ഒന്നായി 30 ലക്ഷം രൂപ പാരിതോഷികം നൽകുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.